ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർഷയ്ക്കും ശ്രീകാന്തിനും വേണ്ടിയിട്ട് നമ്മുടെ സച്ചിയുടെ രേവതിയുടെയും റൂമാണ് കേട്ടോ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. രേവതിയെ ഒരു വിധത്തിൽ നൈസായിട്ട് പറഞ്ഞിട്ട് ചന്ദ്രമതി എല്ലാം ഓക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. ആ രംഗത്തോട് കൂടിയിട്ടായിരുന്നു ഇന്നലെ നമ്മൾ പറഞ്ഞ എപ്പിസോഡിന്റെ റിവ്യൂ അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. ആ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. ശ്രീകാന്തിന് വേണ്ടിയിട്ടുള്ള പാലൊക്കെ റെഡിയാക്കിയോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അത് അമ്മയല്ലേ പറഞ്ഞത് കുറച്ച് കഴിഞ്ഞിട്ട് മതിയെന്ന്. പക്ഷെ അത് റെഡിയാക്കുന്ന സമയത്തുണ്ടല്ലോ അതിനകത്ത് ബദാം, പിസ്ത, മുന്തിരി എല്ലാം അരച്ച് ചേർക്കണം എന്നുള്ള കാര്യം പറയാണ് കേട്ടോ. തുടർന്ന് സച്ചി പാട്ടൊക്കെ പാടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. രേവതി നീ ഡിന്നർ ഉണ്ടാക്കുകയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേന്ന് പറയുകയാണേ. വെളിയിൽ നല്ല മഴക്കോളുണ്ട്, അതുകൊണ്ട് ഉപ്പുമാവും നല്ലൊരു ബ്ലാക്ക് ടീം കിട്ടിയാൽ നന്നായിരിക്കും, നീ അത് ഉണ്ടാക്കുമെന്ന് പറയണേ. ശരിയെന്ന് പറഞ്ഞിട്ട് രേവതി അടുക്കളയിലേക്ക് പോവാണ്. സച്ചി നേരെ റൂമിൽ കയറി നോക്കുന്ന സമയത്തുണ്ടല്ലോ ഫുള്ള് ഡെക്കറേഷനൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. റൂം മൊത്തം ഡെക്കറേറ്റ് ചെയ്ത് കാണുന്ന സമയത്ത് സച്ചി വേഗം രേവതി രേവതി എന്ന് പറഞ്ഞ് വിളിക്കുകയാണേ. ഇതാ സച്ചിയേട്ടാ വരുന്നു എന്ന് പറഞ്ഞിട്ട് രേവതി റൂമിലേക്ക് വരികയാണ് കേട്ടോ. എന്താ രേവതി ഇത് റൂം ഒരു പൂന്തോട്ടം പോലെയുണ്ടല്ലോ, ഇത് നമ്മുടെ റൂം തന്നെയാണോ? എനിക്ക് മനസ്സിലായി, എല്ലാം നിന്റെ പണിയല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ ഞാൻ തന്നെയാണ് എല്ലാ അലങ്കാരം ചെയ്തത്, അതെനിക്ക് മനസ്സിലായി. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ദേഷ്യവും പിണക്കവും ഒക്കെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു സെറ്റപ്പ് അത് നല്ലതാണ്, ഇത് നല്ല ടെക്നിക്കാണെന്നൊക്കെ പറയുകയാണേ. അതല്ല സച്ചേട്ടാ, ഇന്ന് ഫസ്റ്റ് നൈറ്റ് എന്ന് രേവതി പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അതെ ഫസ്റ്റ് നൈറ്റ് പോലെ തന്നെയാണല്ലോ റൂം മൊത്തം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ല ഇന്ന് കടയിലേക്ക് പൂവ് കൊടുത്തു വിട്ടില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ലാന്ന് രേവതി പറയണേ. അതല്ല നമ്മൾ ഇതിനു മുമ്പും വഴക്ക് കൂടിയിട്ടുണ്ടല്ലോ, പക്ഷേ അന്നൊന്നും നീ ഇങ്ങനെ റൂം അലങ്കരിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ എന്തായാലും കുഴപ്പമില്ല, എന്തായാലും ഇത് നന്നായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ വെച്ചിരിക്കുന്ന ഒരു പൂവ് എടുത്തിട്ട് മണത്തിട്ട് നീ ആള് കൊള്ളാലോ, ഇങ്ങനെ സർപ്രൈസ് ചെയ്തില്ലേ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചും കൊണ്ട് ഒരു പൂവ് എടുത്തിട്ട് രേവതിക്ക് നേരെ എറിയാണേ. ആ പൂവ് നേരെ തിരികെ ബെഡിലേക്ക് തന്നെ വെച്ചിട്ട് എന്തിനാ ഈ പൂവ് ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് രേവതി. പിന്നെ ഈ പൂവൊക്കെ തിരികെ മാല കെട്ടി വെക്കാൻ വേണ്ടി പറ്റുമെന്ന് ചോദിക്കുകയാണെ സച്ചി. അത് കഴിഞ്ഞ് വാ എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ കൈ പിടിക്കുമ്പോൾ രേവതി അങ്ങ് മാറി നിൽക്കുകയാണ്. തുടർന്ന് സച്ചിയാണെന്നുണ്ടെങ്കിൽ പാട്ടൊക്കെ പാടിയിട്ട് ഓരോരോ പൂവെടുത്ത് ഇങ്ങനെ രേവതിയുടെ മേലേക്ക് എറിയാണ് കേട്ടോ. ആദ്യം സച്ചിയേട്ടൻ പൂവൊക്കെ അവിടെ വെക്കി, എന്നിട്ട് എണീക്കെന്ന് പറയുമ്പോൾ എന്തിനും ചോദിക്കണ്ടേ സച്ചി, എണീക്കാനല്ലേ പറഞ്ഞത്? നീ ഒരു അടി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അടി ഉണ്ടാക്കാം കേട്ടോ. എന്നാലും രേവതി നിനക്ക് ഇവിടുന്ന് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയത്? പൂവിന്റെ സ്മെല്ലുണ്ടല്ലോ അപാരമായിട്ടുണ്ട്. നിനക്ക് പിന്നെ പൂവിന്റെ സ്മെല്ല് മണത്ത് ഇപ്പം തോന്നുന്നൊന്നും ഉണ്ടാവില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ, സച്ചേട്ടൻ ആദ്യം പുറത്തേക്ക് വാ, എന്നിട്ട് ബാക്കി പറയാന്ന് പറയണേ. എന്തിനാ പുറത്തേക്ക് വരുന്നത്? ഇതൊന്നും നമുക്കുള്ളതല്ലെന്നോ? പിന്നെ എന്തിനാ ഈ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? പൂവ് ബാക്കി വന്നുകൊണ്ട് ചെയ്തതാണോ? പക്ഷെ ഇത്രയും പൂവൊക്കെ ബാക്കി വരുമോ? അതല്ല സച്ചേട്ടാ, ഇത് ഫസ്റ്റ് നൈറ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ അത് നമുക്കല്ല, നമ്മുടെ ശ്രീകാന്തിനും വാശിക്കുമാണ്. അവർക്കെന്തിനാ നമ്മുടെ റൂം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? അയ്യോ സച്ചേട്ടാ ഒച്ച വെക്കല്ലേ, ഇവിടെ വേറെ റൂമൊന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്ന് കരുതിയിട്ട് നമ്മുടെ റൂമാണോ എടുക്കുന്നത്? അതിരിക്കട്ടെ, നീ എന്തിനാ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പോയത്? അത് അമ്മ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഓഹോ, അവര് പറഞ്ഞു കഴിഞ്ഞാൽ നീ അങ്ങ് ചെയ്യോ? നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? അവറ്റിങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് പോരാഞ്ഞിട്ട് ഇതും കൂടി ചെയ്തു അല്ലേ? ആ പെരിച്ചായികളെ ഈ വീട്ടിലേക്ക് കയറ്റിയത് തന്നെ തെറ്റാണ്, അതിന് പോരാത്തതിനാണോ ഇതും കൂടി? സച്ചേട്ടൻ ദേഷ്യപ്പെടലേ എന്നുള്ള കാര്യം പറയുമ്പോൾ നിനക്കറിയില്ലേ അവര് കാരണം അച്ഛൻ എന്താ സംഭവിച്ചെന്നുള്ള കാര്യം? അച്ഛനെ പണ്ട് 4 മണിക്ക് എണീറ്റിട്ട് വാക്കിങ്ങിന് പോവായിരുന്നു. മഞ്ഞാണെങ്കിൽ പോലും തലയിൽ ഒരു തുണി പോലും ഇടാണ്ടാണ് അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന അച്ഛനാണ് ഇപ്പോ പതിയെ നടക്കുന്നത്. അതിനൊക്കെ കാരണം ഇറ്റിങ്ങളല്ലേ? എന്നിട്ടാണ് അവർക്ക് ഫസ്റ്റ് നൈറ്റിന് ഒരുക്കി വെച്ചിരിക്കുന്നത്, അതും നമ്മുടെ റൂമില്. ഇത്തര എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പുറത്തേക്ക് ഇറങ്ങണേ. പക്ഷെ രേവതി വേണ്ട സച്ചിയേട്ടാ എന്ന് പറഞ്ഞ് പുറകെ തന്നെ ചെല്ലുന്നുണ്ട്. എടാ ഇങ്ങോട്ട് ഇറങ്ങി വാടാ എന്ന് പറയുമ്പോൾ സുധി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. എന്തിനാ എന്നെ വിളിച്ചത്? നിന്നെയല്ല മറ്റവനെ വിളിച്ചത്. അപ്പോഴേക്കും ചന്ദ്രപതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ടേ. എന്താ നിങ്ങൾക്കറിയില്ലേ എന്തിനാ എന്റെ റൂമിൽ പൂവെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? എന്താ നിന്റെ ഭാര്യ പറഞ്ഞില്ലേന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോ പറഞ്ഞു ഓടിപ്പോയവൾമാർക്ക് എന്തോ വലിയ ചടങ്ങ് നടത്താൻ വേണ്ടി പോകുന്നുണ്ടെന്ന്. എന്താന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോ പിന്നെ അല്ലാതെ അവന്മാർക്ക് ഫസ്റ്റ് നൈറ്റ് നടത്താൻ വേണ്ടിയിട്ട് എന്റെ റൂമാണ് കിട്ടിയത്, വീട്ടിനുള്ളിൽ കയറ്റരുതെന്ന് പറഞ്ഞ ആറ്റിങ്ങളെ എന്റെ റൂമിന്റെ ഉള്ളിൽ കയറ്റുന്നു. അപ്പോഴേക്കും ചന്ദ്രമതി രേവതിയുടെ അടുത്ത് ചോദിക്കുകയാണേ. എന്താ രേവതി ഇത്? നീ അവനെ എരിപിരി കയറ്റി വിട്ടതാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്റെ അടുത്ത് സംസാരിച്ചാൽ മതി. അവള് ഒരു എരിപിരിയും കയറ്റിയിട്ടില്ല, ഒന്നും കയറ്റിയിട്ടില്ല. നിങ്ങളാണ് ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ചെയ്തത്. നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അപ്പോഴേക്ക് ശ്രുതി ചോദിക്കുന്നുണ്ട് എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? പുതുതായിട്ട് കല്യാണം കഴിച്ച് വന്നവർക്ക് ചെയ്യേണ്ട ചടങ്ങുകളല്ലേ ചെയ്യുന്നത്? അയ്യോ പൗഡർ ഏട്ടത്തി,
അവന്മാർക്ക് എന്തോ വലിയ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിച്ച പോലെയാണല്ലോ സംസാരിക്കുന്നത്. രണ്ടെണ്ണം ഓടിപ്പോയി കല്യാണം കഴിച്ചതല്ലേ? ശരി, അതൊക്കെ കഴിഞ്ഞില്ലേ? പക്ഷേ എന്ന് കരുതിയിട്ട് അവർക്ക് ചടങ്ങുകളൊന്നും ചെയ്യരുതെന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ശ്രുതി. ആന്റിയുടെ കടമ ചെയ്യുന്നെന്നുള്ള കാര്യം കൂടി ശ്രുതി പറയുമ്പോൾ അങ്ങനെ കടമയും കത്രികയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ റൂമേ കിട്ടിയുള്ളൂ. തുടർന്ന് ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ, ഞാനേ നിങ്ങളുടെ റൂം ഏത് കാലത്തേക്കൊന്നും എടുക്കുന്നില്ല, ജസ്റ്റ് ചടങ്ങുകൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് അതിന് വേണ്ട കാര്യം ഞാൻ ചെയ്യുന്നുള്ള കാര്യം പറയുമ്പോൾ അതാണ് ഞാൻ നടക്കില്ല എന്നുള്ള കാര്യം നിങ്ങളടുത്ത് പറഞ്ഞത്. തുടർന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്, നിന്റെ വർത്താനം കേട്ടാ വിചാരിക്കല്ലോ നിന്റെ പേരിൽ നീ ആ റൂം എഴുതി വാങ്ങിയെന്ന്. ഒരു ദിവസത്തേക്കല്ലേ, അതിനാണോ ഇപ്പൊ നീ ഇത്ര കിടന്ന് തുള്ളുന്നത്? നല്ല ആളാ പറയുന്നത്. ആദ്യം ഓടിപ്പോയവൻ നീയല്ലേ? നീയും അവനും കൂടി ചേർന്നിട്ടേ ഒരു സംഘം ആരംഭിക്ക്. നീ എന്തായാലും അവനെയല്ലേ സപ്പോർട്ട് ചെയ്യുള്ളൂ. നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ പറയുന്നത്? ഒരു ദിവസത്തേക്കല്ലേ റൂം കൊടുത്താൽ എന്താ? ഒരു ദിവസത്തേക്ക് റൂം കൊടുത്താൽ എന്താന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് കേട്ടോ, ഓ വലിയ കരുണ പ്രഭു വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തേക്ക് നിന്റെ റൂം കൊടുത്താൽ എന്താ നിനക്ക് സ്ത്രീധനം കിട്ടിയതാണോ അത്? എന്താടാ മറുപടി പറയാത്തത്? ഇപ്പൊ സംസാരിക്കടാ. വെറുതെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. വാ ശ്രുതി, നമുക്ക് വേഗം കിടക്കാം. നാളെ എനിക്ക് പാർലറിൽ പോകണം എന്നുള്ള കാര്യം പറയുമ്പോ, എന്ത് ഞാനല്ലേ പാർലറിൽ പോകുന്നത് ശ്രുതി? അതെ ശരിയാണ്, നീ പാർലറിൽ പോകുന്നു, ഞാന് ഷോറൂമിലേക്ക് പോകും, ഞങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് രണ്ടാളും എസ്കേപ്പ് ആവാണേ. അവര് പോണെന്ന് കാണുമ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, എടാ ശ്രുതി നീ കഴിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പുറകെ ചെല്ലുമ്പോഴേക്കും അവര് ഡോർ അടയ്ക്കുന്നുണ്ട്. എടാ മറുപടി പറഞ്ഞിട്ട് പോടാ എന്ന് നമ്മുടെ സച്ചി പറയാണ് ഡോറിനെ മുട്ടിയിട്ട്. അത് കഴിഞ്ഞ് ചന്ദ്രമതി പറയുന്നുണ്ട്, രേവതി നീ ശരിയെന്ന് പറഞ്ഞിട്ടല്ലേ ഡെക്കറേഷൻ എല്ലാം നീ ചെയ്തത്, എന്നിട്ട് ഇപ്പൊ അവനെ വെറുതെ ചൂടാക്കാൻ വേണ്ടിട്ട് ഓരോന്ന് പറയാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അവള് വെറും ഒരു പൊട്ടത്തിയാണ്, അവളെ നിങ്ങൾക്ക് വേഗം പൊട്ടത്തിയാക്കാൻ വേണ്ടി പറ്റും. രേവതി നീ എന്നെ ഫോൺ ചെയ്ത് ചോദിക്കണ്ടേ? വലിയ പുണ്യാളന്മാർക്ക് ഫസ്റ്റ് നൈറ്റിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നീ എന്റെ അടുത്ത് പറയണായിരുന്നു, ഞാൻ വന്ന് ചോദിക്കായിരുന്നല്ലോ അത് എന്ന് രേവതി പറയുമ്പോഴേക്കും, എടാ വെറുതെ കിടന്ന് ഒച്ചപ്പാട് ഉണ്ടാക്കാതെ, ഇപ്പോ ശ്രീകാന്തും വർഷയും വന്നാലെന്ന് പറയുമ്പോ ഊര് ചുറ്റാൻ വേണ്ടി പോയിരിക്കുകയാണല്ലേ രണ്ടും. വരട്ടെ, ഞാൻ തന്നെ അടിച്ച് രണ്ടെണ്ണത്തിനും വെളിയിലാക്കും. അച്ഛൻ പറഞ്ഞത് കൊണ്ട് മിണ്ടാതിരുന്നത് തെറ്റായിപ്പോയി. എന്താ രേവതി ഇത്? ഇനിയിപ്പോ ചന്ദ്രമതിക്ക് രേവതിയുടെ മേല് നല്ലപോലെ പറഞ്ഞാൽ മാത്രമാണല്ലോ കാര്യങ്ങൾ നടക്കുക. ഞാൻ പറഞ്ഞതല്ലേ നിന്റെ അടുത്ത് ഒരു ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ വീട്ടില് നല്ല കാര്യങ്ങളൊന്നും നടക്കണ്ടേ? അതെ അവര് രണ്ടുപേരും കൂടി ചേർന്നിട്ട് നല്ല കാര്യമല്ലേ ചെയ്തത്, അത് പോരെ നിങ്ങൾക്ക്? അവരെയൊന്നും ഈ ജന്മ ഈ വീട്ടിൽ കയറ്റാൻ പാടില്ല. രേവതി അവന് ചിലപ്പോൾ അവന്റെ അനിയനെ വേണ്ടി വരില്ല, പക്ഷേ എനിക്ക് എന്റെ മകനെ വേണോ എന്ന് ചന്ദ്രമതി പറയുമ്പോ, നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ വേണമെന്നുണ്ടെങ്കിൽ മുതുകിൽ കയറ്റി ഇരുത്തിയിട്ട് ഇള്ളച്ചോറ് ഊട്ടി കൊടുക്ക്. കൂടെ ഒരുത്തിയും കൂടി കൊണ്ടുവന്നിട്ടില്ലേ, അത് മറ്റേ ഇടുപ്പിലും കൂടി വെച്ചോ. അറ്റുങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് എന്റെ റൂമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ രണ്ടരത്തിരി കാല് ഞാൻ ഓടിക്കും. അപ്പോഴേക്കും ചന്ദ്രമതിക്ക് ആകെ ടെൻഷൻ ആവാണ് കേട്ടോ. എന്നിട്ട് രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താടി ഇത് എന്നുള്ള കാര്യം. അവരിപ്പൊ ഇങ്ങോട്ട് വരും, അമ്മയെ സമാധാനമായിട്ടിരിക്കും, ഞാൻ സംസാരിക്കാം. അങ്ങനെ സച്ചിയുടെ അടുത്ത് വരാൻ വേണ്ടി പറയുമ്പോൾ, രേവതി നീ മിണ്ടാതിരുന്നോണെന്നുള്ള കാര്യം പറയണേ. സച്ചിയുടെ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്, എന്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് വിടിച്ച് വലിച്ചു കൊണ്ടുപോകാൻ രേവതി. അങ്ങനെ കിച്ചണിലേക്കാണ് കേട്ടോ കൊണ്ടുവന്നത്. നീ വിട്, നീ എന്തിനാ എന്റെ കൈ പിടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്തിനാ സച്ചിയുടെ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നത്? പിന്നെ ഒച്ച എടുക്കാതെ ഒളിച്ചോടി പോയിട്ട് കല്യാണം കഴിച്ച അവർക്ക് എന്റെ റൂം കൊടുക്കണമെന്നോ? സച്ചിയേട്ടാ ഇപ്പൊ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. അവർ രണ്ടുപേരും കൂടി ഇപ്പോഴല്ലേ വീട്ടിലേക്ക് വന്നത്, അവർക്ക് പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ ഉണ്ട്. അത് തടുക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതും നിൽക്കുന്നതും പാവമാണ്. എന്ത് പാവന്ന്? നീ ഇങ്ങനെ എല്ലാവരും പാവം എന്ന് പറഞ്ഞ് നിനക്ക് പാവം വരുന്ന സമയത്ത് നിന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടാവില്ല. എനിക്ക് എന്റെ കൂടെ എന്റെ സാധാപം പറ്റാനൊന്നും ആരും എന്റെ കൂടെ വേണ്ട. അവര് ആ റൂമിൽ നിൽക്കട്ടെ. ഓൾറെഡി ഇപ്പോ ഈ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ വീട് വിട്ട് പോണെന്നാണോ പറയുന്നത്? അതൊക്കെ ഇരിക്കട്ടെ, ഈ പ്രശ്നം ആര് കാരണം വന്നത്? ശ്രീകാന്തും പിന്നെ അവൾ കൂട്ടിയിട്ട് വന്നില്ലേ അവളും കാരണം. ആയിക്കോട്ടെ സച്ചേട്ടാ, രേവതി അവൾമാരെ ഇങ്ങോട്ട് കയറ്റിയതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഇനി പ്രശ്നം വരാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. എന്താ സച്ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, രേവതി ഞാൻ പറയുന്നത് സത്യമാണ്. എല്ലാം കാണാനും കേൾക്കാനും റെഡി ആയിട്ട് നിന്നോ. നീയല്ലേ അവന്മാരെ കൊണ്ടുപോയിട്ട് കല്യാണം കഴിപ്പിച്ചു വിട്ടത്? ഞാൻ ആരെയും കൊണ്ടുപോയിട്ട് കല്യാണം കഴിപ്പിച്ചിട്ടില്ല. അവിടെ കല്യാണം നടക്കുക എന്നുള്ള കാര്യം പോലും അറിയാതെയാണ് ഞാൻ അങ്ങോട്ട് പോയത്. അത് ഞാൻ 1000 തവണ പറഞ്ഞു. വീണ്ടും സച്ചേട്ടൻ അത് തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, എന്തായാലും അങ്ങനെ പോയിട്ട് നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അച്ഛൻ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ അതെല്ലാം സഹിച്ചു നിന്നു. ഇപ്പോ നമ്മുടെ റൂം കൊണ്ടുപോയിട്ട് അവന്മാർക്ക് കൊടുക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ചുമ്മാതിരിക്കണോ? ഒരു ദിവസത്തേക്കല്ലേ സച്ചേട്ടാ, അവർക്ക് നടക്കേണ്ട നല്ലതൊക്കെ നടക്കട്ടെ. നല്ലതോ ചീത്തയോ എന്താണെങ്കിലും അത് വേറെ എവിടെയെങ്കിലും വെക്കട്ടെ. അതിനെന്താ എന്റെ റൂമാണോ കിട്ടിയത്? ഇത് തന്നെയല്ലേ സച്ചേട്ട പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സച്ചേട്ട ഞാൻ പറഞ്ഞ കേക്കോ ഇല്ലയോ? അതെ, എന്റെ മേല് മാത്രം നീ അധികാരം ചെയ്യേ, ബാക്കി എല്ലായിടത്തും പോയിട്ട് തലകുനിച്ചു നിന്നോ. നിന്നെ എല്ലാവരും കൂടി കബളിപ്പിക്കാന്ന് പറയുമ്പോ സച്ചേട്ട അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയണേ. നീ വെറുതെ പൊട്ടത്തിയെ പോലെ സംസാരിക്കില്ലേ. വീട്ടിലെന്താ നമ്മുടെ റൂം മാത്രമേ ഉള്ളൂ? എന്താ ആ സുധിയുടെ റൂമില്ലേ? അവിടെ വെക്കേണ്ടതല്ലേ, അവിടെ പോയി സംസാരിക്കേണ്ടതല്ലേ? എന്നിട്ട് അവരെന്താ അവിടെ പോയിട്ട് സംസാരിക്കാണ്ടിരുന്നത്? കാരണം നിന്നെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നീ ഓക്കെ പറയും. നീ വെറും ഒരു പൊട്ടത്തിയാന്നുള്ള കാര്യം അവർ വിചാരിച്ചു വെച്ചിരിക്കുകയാണ്. ആയിക്കോട്ടെ, എന്നെ പൊട്ടത്തിയായിട്ടോ വേറെ എന്തായിട്ട് വേണമെങ്കിലും ഒരു കണ്ടോട്ടെ.
ഒരു 2-3 ദിവസത്തേക്കല്ലേ അമ്മ റൂം ചോദിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ ആദ്യം പറഞ്ഞത് ഒരു ദിവസത്തേക്കാണെന്നാണല്ലോ, ഇപ്പൊ അത് 2-3 ദിവസത്തേക്കായോ? ഇതെന്താ പുതിയ ഫസ്റ്റ് നൈറ്റ് ആണോ 2-3 ദിവസം? അയ്യോ സച്ചിയേട്ടാ, അവര് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചല്ലേ ആയുള്ളൂ, അവര് കുറച്ച് ദിവസം തനിയെ ഇരിക്കട്ടെ, അത്രയല്ലേ അമ്മ പറഞ്ഞോളൂ. അമ്മ, നിനക്ക് അമ്മയെ കുറിച്ച് തീരെ അറിയില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിന്നെ ഇവിടുന്ന് നൈസായിട്ട് പുറത്താക്കും, നോക്കിക്കോ. ഒരു കാര്യം രേവതി നീ ഓർത്തോ, ആ പെണ്ണ് ഇങ്ങോട്ടേക്ക് കയറി വന്നു, നീയാണ് അവളെ കല്യാണം കഴിപ്പിച്ചു വിട്ടെന്ന് പറയുമ്പോ അയ്യോ സച്ചേട്ടാ ഞാൻ അതൊന്നും ചെയ്തു വെച്ചിട്ടില്ല. ശരി നീയല്ല, എന്തായാലും ആ പെണ്ണിന്റെ കഴുത്തിൽ അവൻ താലി കിട്ടുന്ന ആ ദിവസം ഉണ്ടല്ലോ, നമ്മൾ രണ്ടുപേരുടെ ഇടയിലെ പ്രശ്നം ഉണ്ടായി. 2-3 ദിവസം നീ നിന്റെ അമ്മയുടെ വീട്ടിലല്ലേ പോയി നിന്നത്, ഇപ്പോ അവര് വീട്ടിലേക്ക് വന്നു, നീ നിന്റെ റൂം വിട്ട് പുറത്തേക്ക് വന്നു. ഇനി കുറച്ചു ദൂരം മാത്രമേ ഉള്ളൂ രേവതി, അങ്ങനെ തന്നെ നിനക്ക് തെരുവിലോട്ട് ഇറങ്ങാം. എന്തിനു സച്ചിയേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? സച്ചിയേട്ടാ കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തിട്ട് പഠിക്ക്. നിങ്ങൾ 1000 കമൽഹാസന്റെ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, എന്നിട്ട് അതിലൊരു പാട്ടിൽ പോലും പറഞ്ഞിട്ടില്ല കോപപ്പെടാതെ സമാധാനമായിട്ട് പോ എന്നുള്ള കാര്യം. അങ്ങനെയൊന്നും അവർ പറഞ്ഞിട്ടില്ല. നീ അവർക്ക് വേണ്ടിയിട്ട് പുതിയ പാട്ടൊന്നും എഴുതണ്ട. പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിയേട്ടന് മനസ്സിലാവില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവണ്ട, നിനക്കാണ് മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റാത്തത്. ആ പെണ്ണുണ്ടല്ലോ ശരിക്കൊരു വിഷമാണ്, അവള് കാരണം നിനക്കൊരു പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി പോകുമ്പോഴേ നിനക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുള്ളൂ. നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോകണേ. സച്ചിയേട്ടൻ എങ്ങോട്ടായി പോകുന്നത്? റൂമിലേക്ക്. അയ്യോ അതല്ലേ പറഞ്ഞ് അങ്ങോട്ട് പോകണ്ട എന്ന്. ഞാൻ അവിടെ കിടന്നുറങ്ങാനൊന്നും പോവല്ല, ഒരു പായ എടുക്കാൻ വേണ്ടി പോവാണ്. ഞാൻ പോയിട്ട് ടെറസിൽ കിടക്കാൻ വേണ്ടി പോവാണെന്ന് പറയാണേ. പിന്നെ നിനക്ക് ചിലപ്പോൾ ഗേറ്റിന്റെയും അതുപോലെ വരാന്തേനും ഇടയ്ക്ക് കുറച്ച് സ്പേസ് ഉണ്ട്, അവിടെ ആയിരിക്കും ചിലപ്പോൾ നിനക്ക് സ്ഥലം ഉണ്ടാവുക, ഒന്ന് പോയി ചോദിച്ചേക്കെന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോവാണേ. ഇതെല്ലാം നമ്മുടെ ചന്ദ്രമതി കേട്ടതിന് ശേഷം അങ്ങനെ സച്ചി പ്രശ്നം ഉണ്ടാക്കാണ്ട് പോയല്ലോ, എങ്ങനെയെങ്കിലും റൂം കിട്ടിയല്ലോ, സമാധാനം എന്നുള്ള രീതിയിൽ സന്തോഷത്തിൽ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ സച്ചി പായൊക്കെ എടുത്തിട്ട് മുകളിലേക്ക് പോവാണ്. അത് കഴിഞ്ഞ് രേവതി ഹോളിലേക്ക് വരുന്ന സമയത്ത് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ സച്ചി ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്, അതുകൊണ്ടല്ലേ അമ്മ ഞാൻ നേരത്തെ പറഞ്ഞത് സച്ചിയേട്ടനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ദേഷ്യപ്പെടുമായിരിക്കും, പക്ഷെ തിരികെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ദേഷ്യം അണയുമായിരുന്നു. അതിന് അമ്മ സമ്മതിച്ചില്ലല്ലോ എന്നുള്ള കാര്യം പറയണേ. ആ ശരി, എന്തായാലും സച്ചിയുടെ മുകളിൽ പോയി കിടന്നല്ലോ എന്നുള്ള കാര്യം രേവതി പറയുമ്പോൾ ആ ഇനി അവനുള്ള ഫുഡ് അങ്ങോട്ടേക്ക് കൊടുത്തേക്ക്, വെറുതെ താഴെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കാതെ നോക്കിക്കോണം. ശരി എന്ന് പറഞ്ഞിട്ട് രേവതി അവിടുന്ന് പോവാണേ. തുടർന്ന് ശ്രീകാന്തും വർഷയും കൂടി വരികയാണ് കേട്ടോ. ബാഗൊക്കെ തൂക്കിയിട്ടാണ് വരുന്നത്. രണ്ടുപേരെടുത്ത് ഇരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. രേവതി ഭക്ഷണം എടുത്ത് വെക്കിന്ന് പറയണേ. അപ്പോഴേക്കും ശ്രുതിയും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആന്റി ഡിന്നർ റെഡിയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശ്രുതി നീ ഇവിടെ വന്നിരിക്കി, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് അമ്മേ ഞങ്ങൾ കഴിച്ചിട്ടാണ് വന്നത് പുറത്തുനിന്ന്. അയ്യോടാ എന്താ പുറത്തുനിന്ന് കഴിച്ചത്, ഇവിടെ എന്താ ഭക്ഷണം ഇല്ലെന്നാണോ വിചാരിച്ചേ? അതാൻറ്റി എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ട് വന്നതെന്നുള്ള കാര്യം വർഷ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി എന്തായാലും മോളെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തുനിന്ന് കഴിക്കണ്ട, അത് ശരീരത്തിന് നല്ലതല്ല എന്നുള്ള കാര്യം പറയുകയാണേ. ഓക്കെ ശരി ആൻറ്റി, ഞങ്ങളുടെ ബാഗൊക്കെ ഉണ്ട്, റൂം റെഡിയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് റെഡിയാണ്, ഇതാ ആ റൂമാണെന്നുള്ള കാര്യം പറഞ്ഞ് കാണിക്കുമ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ടേ അത് സച്ചേട്ടൻ്റെ റൂമല്ലേ? എടാ ഇനി നിങ്ങൾ അവിടെയാണ് താമസിക്കാൻ വേണ്ടി പോകുന്നത്, അവൻ മുകളിൽ പോയി കിടന്നു, എന്തായാലും നിങ്ങൾ രണ്ടുപേരും പോയി കുളിച്ചിട്ട് വാ എന്ന് പറയണേ. ആന്റി പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ എല്ലാ ദിവസവും നൈറ്റിൽ കുളിച്ചിട്ടാ കിടക്കുക, അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. അയ്യോ അതിനു വേണ്ടിയിട്ടല്ല മോളെ പറഞ്ഞത്, ഇന്ന് ചില ആചാരങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്ത് സമ്പ്രദായം? അതെല്ലാം രാവിലെ ചെയ്തല്ലോ. അതല്ല കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ നടക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണല്ലോ, എന്ത് നടക്കണമെന്ന്? ഇത് കേൾക്കുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ടേ ആന്റി എന്താ പറയുന്നെന്നുള്ള കാര്യം വർഷയ്ക്ക് മനസ്സിലായില്ലേ? മനസ്സിലാകുന്ന രീതി പറഞ്ഞാലല്ലേ മനസ്സിലാവൂന്ന് തിരിച്ച് വർഷ ചോദിക്കാണ്. എന്താ മോളെ നീ ഇത്രയും വലുതായിട്ടും ഇപ്പോഴും കുഞ്ഞു കുട്ടിയെ പോലെയാണല്ലോ. ആന്റി അവക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ആന്റി തന്നെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോ അതെ ഇവള് ചെറിയ പെണ്ണല്ലേ, അവൾക്കൊന്നും മനസ്സിലാവില്ല. അത് വർഷേ നമ്മുടെ വംശം ശുദ്ധിയാവണല്ലോ, അതുപോലെ കുടുംബം തഴയ്ക്കണല്ലോ. അപ്പൊ അതെന്താന്ന് ചോദിക്കുകയാണെ വർഷ കേൾക്കുമ്പോ അയ്യോ അതെങ്ങനെ പറയാന്നുള്ള കാര്യം ചോദിക്കാണ് കേട്ടോ നമ്മുടെ ചന്ദ്രമതി. അയ്യോ എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. ശ്രുതി അതിനെന്താ പറയാ, ജനറേഷൻ ഡെവലപ്പ് ആവുന്നതിന്. ഓ അതാണോ? അത് ഈ വീട്ടിൽ ഇത്രയും ഡെവലപ്പ് ആയില്ലേ ആന്റി? ആന്റിക്ക് 3 മക്കളില്ലേ? അയ്യോ എന്താ മോളെ നീ എങ്ങനെ പറഞ്ഞിട്ട് ഇവൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ശ്രീകാന്തേ എന്താ ഇത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അമ്മേ എനിക്ക് മനസ്സിലായില്ല, നീ ഇവളെക്കാളും കഷ്ടാണല്ലോ, നീ പോയി കുളിക്കടാ പോടാ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ അവിടെ നിന്ന് ഓടിക്കുകയാണേ. അങ്ങനെ ശ്രീകാന്ത് പോയിട്ട് റൂം തുറന്നു നോക്കുന്ന സമയത്ത് ഫുള്ള് റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ശ്രീകാന്തിന് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ടേ. അത് കഴിഞ്ഞ് വർഷയെ ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് അവിടെ രേവതി നിൽക്കുന്നത് കാണാണേ. നീ എന്താ നോക്കി നിൽക്കുന്നത്, പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറയാണേ. അതല്ലേ അമ്മയെ പറഞ്ഞത്, അവര് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു എന്ന് രേവതി ചോദിക്കുമ്പോൾ എന്താ അവർക്ക് മാത്രം കഴിച്ചാൽ മതിയോ, ഞങ്ങൾക്കൊന്നും കഴിക്കണ്ടേ, പോയിട്ട് എടുത്തു വെക്കുമെന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് ഓടിക്കുകയാണേ. അത് കഴിഞ്ഞ് വർഷയെ എന്താന്ന് വെച്ചാല് പറ ആന്റി, ഇന്ന് നിങ്ങൾക്ക് ശാന്തി മുഹൂർത്തത്തിന് വേണ്ടിയിട്ട് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്.
മുഹൂർത്തം എന്ന് വെച്ച് കഴിഞ്ഞാല് കല്യാണത്തിന് വേണ്ടിയിട്ടുള്ളതല്ലേ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇത് കേട്ടിട്ട് തലയിൽ കൈവയ്ക്കാണ് കേട്ടോ ശ്രീകാന്ത് അവിടെ നിന്നിട്ട്. അപ്പോഴേക്കും ശ്രീകാന്തിന് കാര്യം മനസ്സിലാവുന്നുണ്ട്. അയ്യോ എന്താ ഇവൾ ഇങ്ങനെയെന്ന് ചോദിക്കുകയാണെങ്കിൽ കാരണം ചന്ദ്രമതി പറയുന്ന ഒന്നും നമ്മുടെ വർഷയ്ക്ക് മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞ് ശ്രുതി വർഷയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, വർഷ ഇന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് നൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അയ്യോ ഇതാണോ ആന്റി? ഇതെന്താ നാഷണൽ ലെവൽ സീക്രട്ട് മാതിരി പതിയെ പറയുന്നത്? ഞാൻ വിചാരിച്ചു വേറെന്തോ സീരിയസ് ആയിട്ട് പറയാ എന്നുള്ള കാര്യം. ആന്റി ഇന്നെങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ആവുന്നത്? ഞങ്ങൾക്കുള്ളിൽ അതൊക്കെ ഓൾറെഡി കഴിഞ്ഞു എന്ന് പറയണേ. അപ്പോഴേക്കും ശ്രീകാന്ത് ആകെ തലയിൽ കൈവയ്ക്കുന്നുണ്ട്. ചന്ദ്രമതി ശ്രീകാന്തിനെ നോക്കുന്ന സമയത്ത് ഞാൻ കുളിച്ചിട്ട് വരാം അമ്മ എന്ന് പറഞ്ഞിട്ട് ഡോർ അടയ്ക്കാണ് കേട്ടോ. അങ്ങനെ ചന്ദ്രമതിയും അതുപോലെ ശ്രുതിയും ആകെ ഇടിവെട്ടി പോലെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. വർഷയുടെ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ട് വർഷയാണെങ്കിൽ ടോപ്പ് ചിരിയും ആ രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്